നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബികാനന്ദൻ തൃശ്ശൂർ. ഇന്നിപ്പോൾ പൂരം വിളംബരമാണ്. നെയ്തലക്കാവിലമ്മ തെക്കോട്ടുള്ള ഇറക്കം തള്ളി തുറന്ന് പുറത്ത് കിടന്ന് പൂരം വിളംബരം ചെയ്തു. ഇന്ന് മഴയാണ്. ഇന്നലെ രാത്രി പിടിച്ച മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കും, ചാറി ചാറി നിൽക്കുന്നു. നാളെയാണ് പൂരം. മറ്റന്നാൾ ചെറിയ പൂരം, ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്കുള്ള പൂരം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അമ്പലത്തിൻ്റെ അകത്ത് വെള്ളം നിൽക്കുന്നു. അപ്പോൾ അത് പോകാൻ എല്ലാവരും കൂടി നമുക്ക് ഒരു കുഴലൊക്കെ ഇങ്ങനെ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അകത്തത്തെ ജോലി അവർ ചെയ്യില്ല, നമ്മുടെ അതിർത്തിയുടെ അകത്ത് അവർ ചെയ്യില്ല, റോട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ അയലക്കത്തിൽ ഒന്ന് രണ്ട് ആൾക്കാരെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒന്ന് രണ്ട് ആൾക്കാരും കൗൺസിലറൊക്കെ കൂടിയിട്ട് ഇതാപ്പോൾ ഒരു പൈപ്പ് നമുക്ക് അങ്ങോട്ട് വെച്ച് തന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിലാണ് വെള്ളം നിൽക്കുക. ഇവിടെ കംപ്ലീറ്റ് വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ ഈ വെള്ളം ഇവിടെ താന്ന് കിടക്കണു, ഇവിടെ ഉയർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉയർന്ന ഇടത്തേക്ക് ഇവിടെ നിന്ന് ഒരു കുഴൽ വെച്ചാൽ വെള്ളം പോകില്ല, മനസ്സിലാവണ്ടോ? ഇവിടെ ഉയർത്തിയാലേ കുഴൽ വെച്ചാൽ അങ്ങോട്ട് വെള്ളം പോവുള്ളൂ. അപ്പോൾ അതിപ്പം നമുക്ക് സാധിക്കില്ല. മണ്ണിട്ട് ഉയർത്തിയാൽ നമ്മുടെ ഈ അമ്പലമൊക്കെ എൻ്റെ ഈ തറയൊക്കെ മൂടിപ്പോവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ കണ്ട് ഒരു കുഴി കുത്തുക, ഇവിടെ കണ്ട് അടിയിലേക്ക് എത്താവുന്ന പോലെ താഴ്ത്തി ഒരു കുഴി കുത്തുക, എന്നിട്ട് നമ്മൾ വേസ്റ്റ് വെള്ളം കളയാനായിട്ടൊരു റിങ് വയ്ക്കുമല്ലോ, ആ റിങ് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കുഴൽ ഇതിലേക്ക് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ താന്ന് ഈ കുഴി കിടക്കുമ്പോൾ അതിലേക്ക് ഇവിടെ വരുന്ന ഉറുവാണ്, മഴ പെയ്ത വെള്ളമല്ല, ഉറുവാണ്. അതായത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊന്തി വരുന്ന വെള്ളമാണ്. അപ്പോൾ അത് ഇതിൽ കൂടെ പോകുമെന്നാണ് പറയണത്. അപ്പോൾ അത് ഒഴിവ് പോലെ ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം മഴ വരുമ്പോഴേക്കും. ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ അമ്മ മിനിഞ്ഞാന്ന് തൊട്ട് അമ്മയ്ക്ക് വയ്യ, അമ്മ കിടപ്പിലാണ്. വീണ്ടും അമ്മയ്ക്ക് തുടങ്ങിയ അസുഖങ്ങൾ. ഇപ്പോൾ ആ കിടക്കയൊക്കെ വിരിച്ചു കൊടുത്തതാണ്. ആ കിടക്കയിൽ കിടക്കാണ്ട് ഇപ്പം ഇങ്ങനെ കിടക്കുക. ഇന്നിപ്പോൾ ഇത്തിരി തല പൊന്നിയുണ്ട്. അത് കാരണം ഇന്ന് എഴുന്നേറ്റ് നടത്താം. മിനിഞ്ഞാന്ന് ഉറക്കിയിട്ടില്ല, കണ്ണിൻ്റെ പോള മിനിഞ്ഞാന്ന് എനിക്ക് എന്നെ ഉറക്കിയിട്ടില്ല. അവരും ഉറങ്ങില്ല, ആരും ഉറങ്ങില്ല. ഈ ലൈറ്റൊക്കെ ഇട്ട് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. ഇന്നലെ വാതിലൊക്കെ ഞാൻ കുറ്റിയിട്ടു, കാരണം അത് തുറന്ന് പോവും. ഇപ്പോൾ അതേ ആ കിടക്കൊക്കെ വാരി വെച്ച് ഇപ്പോൾ അതേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താ ചെയ്യുക? എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള വെയിലൊക്കെ കൊണ്ട് ജോലിക്കാർ വരണ പോലെ വേർത്തൊലിച്ചിട്ടാണ് കയറി വരിക. 5 മിനിറ്റ് ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞ് വയ്യാണ്ട് കിടന്നു. എന്നിട്ട് എണ്ണി പറക്കലും ആരുമില്ല, അങ്ങനെ. അപ്പോൾ അതേ അത് കിടക്കണം. പിന്നെ ഇന്ന് കറി വയ്ക്കാൻ പോവുക. ഇന്നത്തെ കറി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തിട്ടാ അതെന്ന്. ഇതിനെ ചേമ്പ് തണ്ടെന്ന് പറയും, ഞങ്ങൾ താള് എന്ന് പറയും, താള്. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാം നമുക്ക്. ഇവിടെ ഒരു മത്ത അമ്മിക്കല്ലിൻ്റെ അവിടെ പടുമുളച്ചതാണ്. അപ്പോൾ ആ മത്തേനെ ഞാൻ മുകളിലേക്ക് കയറ്റാൻ പോവുകയാണ്. കുട്ടിയമ്മതേ പാത്രം കഴുകുന്നു. ഇതാ ചോറ് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഇതാ പരിപ്പൊക്കെയും വെന്തു. ഇനി നമുക്ക് ഈ താള്, അരിഞ്ഞു വെച്ച താള്, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ഉണ്ടെന്ന് ഇട്ടാൽ. ഇത് അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്നുമില്ലാതെയാവും. അപ്പോൾ ഈ താള് നമുക്ക് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ മാങ്ങ, പുളി കുറഞ്ഞ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിൽ തേങ്ങ ഒന്നും അരയ്ക്കണ്ട കേട്ടോ. പഴയ കാലത്തൊക്കെ തേങ്ങ, ഇപ്പം തേങ്ങ ഒന്നും അരയ്ക്കണ്ട. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. വേഗം ഉപ്പാവും ഇട്ട താള് വെന്തുടഞ്ഞാൽ വേഗം ഉപ്പാവും. പിന്നെ നോക്കിയിട്ട് നമുക്കിടാം. ഇനി നമ്മൾ ഇടേണ്ടത് എന്തിട്ടാണെന്നറിയത്, ഇത് എന്താണ്, ചെറിയ ഉള്ളിയും പച്ചമുളകും അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക.
ഇനി ഒന്നും നോക്കണ്ട, അടച്ച് വയ്ക്കുക, തീ കത്തിക്കുക. അടച്ച് വെച്ച് തീ കത്തിക്കുക. വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, സൂപ്പർ കറിയാണ്. തേങ്ങയോ പുളിയോ ഒന്നും വേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, മുളക് പൊടി, മാങ്ങ, ഉള്ളി, കറിവേപ്പില. ഇത് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഇത് സോയാബീൻ വറക്കാനായിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും വെളിച്ചെണ്ണ കൂടി തിരുമ്പി വെച്ചത്. അത് കഴിഞ്ഞത് ഉരുളൻകിഴങ്ങ് കുറച്ചുണ്ട്. അത് നമുക്ക് ഈ ഉള്ളി വെച്ച് ഉപ്പേരി ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഇതൊക്കെയാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഉപ്പേരി അടുപ്പത്തെ മക്കളെ. അപ്പോഴേക്കും അമ്മമാർക്ക് വിശന്നു, കുടൽ കത്തുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ മക്കളെ. ഇതാ രണ്ടാൾക്കുള്ള ഭക്ഷണം വിളമ്പിയിട്ട് ചമ്മന്തി, സോയാബീൻ വറുത്തത്, പിന്നെ നമ്മുടെ പരിപ്പും ചേമ്പുതണ്ട് കറി ഉണ്ടോ. ഇതൊക്കെ ഞാൻ അവർക്ക് ഓരോരുത്തർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. എവിടെ പോയി അമ്മേ? അമ്മേ വരുമോ? അതാ ചോറ്. അപ്പോഴേക്കും എന്തിനാ അങ്ങോട്ട് പോയി? അതായിരിക്കണോ ചോറ് കഴിക്ക്. അയ്യ എൻ്റെ മക്കൾ എനിക്ക് ഇതാ കുട്ടിയാമയ്ക്ക് അവൻ നിങ്ങളല്ലേ വെച്ചിക്കണു പറഞ്ഞ. അതാണ് ഇവരുടെ പണി. വെച്ചിക്കണു എന്ന് പറയും. കൊടുത്തു കഴിയുമ്പോൾ ആയ്യ മാങ്ങയാണ് നിൽക്കണതൊക്കെ. മക്കളെ എനിക്ക് വയ്യ മാങ്ങ കണ്ടിട്ട്. അവർ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുപോകും നിങ്ങൾ എന്ന് അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഞാൻ. പക്ഷേ അവർ പൊട്ടിച്ചില്ലെങ്കിൽ ആരെങ്കിലും അതൊക്കെ അത് കംപ്ലീറ്റ് പൊട്ടിച്ച് കൊണ്ടുപോകും. അപ്പോൾ മക്കളെ നമുക്ക് ഊണ് കഴിക്കാം. ചമ്മന്തി, ഉരുളൻകിഴങ്ങ് ഉപ്പേരി, പരിപ്പും താളിൻ്റെ തണ്ട്, അതായത് ചേമ്പ് തണ്ട് കറി, സോയാബീൻ വറുത്ത്, പിന്നെ നമുക്ക് വെള്ളം. ഇത് 7up അല്ല, അതിൻ്റെ കുപ്പിയിൽ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ കറികളൊക്കെ ഉൾപ്പെടുത്തുക ഒന്ന് കാണിച്ച് തരും സ്വാമി വയ്ക്കണ പോലെ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടാ. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ചമ്മന്തി ഇനി കൊഞ്ചം ചമ്മന്തി, കൊഞ്ചം ഉരുളൻകിഴങ്ങ്, കൊഞ്ചം ഒരു സോയാബീൻ, ഇതെല്ലാം വെച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിങ്ങനെ കഴിക്കണം. എന്ത് ചെയ്യണം? കുറച്ച് ചമ്മന്തി, കുറച്ച് ഉരുളൻകിഴങ്ങ്, ഒരു സോയാബീൻ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. മക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിലും നിങ്ങളോട് ഇതുവരെ പറയാത്ത അത്രമാത്രം മനസ്സിൽ തേങ്ങലുകളും ദുഃഖങ്ങളും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സന്തോഷിച്ചുകൊണ്ട് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സന്തോഷിച്ചിരിക്കുക. ദുഃഖവും ദുരിതങ്ങളും ഒന്നുമില്ലാത്തവരാരുമില്ല അല്ലേ? സമാധാനപ്പെടുക. നമ്മൾ സ്വയം ജീവിതം ഒതുക്കാതിരിക്കുക. നമ്മുടെ ജീവൻ ഈശ്വരൻ തന്നതാണ്. ഈശ്വരൻ വിളിക്കുന്നതുവരെ നമ്മൾ എന്തൊക്കെയോ തരത്തിൽ ജീവിക്കുന്നുവോ അങ്ങനെയൊക്കെ ജീവിച്ച് സ്വയം മരിക്കുക.
ആരും സ്വയം ജീവനെടുക്കാൻ തയ്യാറാവുകയും എന്തായിക്കോട്ടെ കടമുണ്ടാവും. ഇതെല്ലാം അനുഭവിച്ചവനാണ് ഞാൻ. കടം അനുഭവിച്ചവനാണ്. കുടുംബത്തിലുള്ള ദുരിതങ്ങൾ, ഗുണ്ടകളുടെ വിളയാട്ടം, ഇതിലൊക്കെ പൊരുതി ഇന്നും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെതാണ്. നിങ്ങളും അതുപോലെ തന്നെ ഇരിക്കണം. ആർക്കും വേണ്ടി നമ്മുടെ ജീവൻ എടുക്കരുത്. നമ്മൾ ഒരു പ്രതികാര ദുർഗയെ പോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. പുരാണ കഥാപാത്രങ്ങളിൽ എനിക്കിഷ്ടമുള്ളത് ഉണ്ണിയാർച്ചയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉണ്ണിയാർച്ച, അതുപോലെ ഝാൻസി റാണി. ഇവരൊക്കെ എൻ്റെ ജീവനാണ്. ഇവരൊക്കെ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പിന്നെ എൻ്റെ ഇതൊക്കെ പഞ്ചലോകമാണോ, ഈ മോതിരം വെള്ളിയാണോ എന്ന് ചോദിച്ച മകനോട്. ഇതൊക്കെ സാധാരണ ആഭരണമാണ്, ആർക്കും മേടിക്കുക. അത്ര വലിയ വിലകളൊന്നുമില്ല, ആർക്കും മേടിച്ചിടാം കേട്ടോ. ഇതൊക്കെ സാധാരണ ആഭരണങ്ങളാണ് കേട്ടോ. ഇത് വെള്ളിയല്ല, ഇത് വൈരുമല്ല. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരും വന്നെൻ്റെ തലയ്ക്കടിക്കരുതേ എന്നൊരപേക്ഷയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരുടെ മനസ്സിൽ ദുഃഖ ദുരിതം വരുമ്പോൾ എന്നെ കണ്ട് സന്തോഷിക്കട്ടെ, സമാധാനപ്പെടട്ടെ, ശാന്തി ലഭിക്കട്ടെ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുമെങ്കിൽ പിന്നെ എന്നെ കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തണം. അപ്പോൾ മാത്രമേ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അതൊരേ ഒരു പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ മക്കളും സന്തോഷം.